ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മൗനരാഗത്തിലെ കാർത്തിക വളരെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. തനിക്കിനി ഒരു വിവാഹ ജീവിതം വേണ്ട, താൻ ഇങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞു പൊക്കോളാം, താൻ കാരണം എത്രയോ മരണങ്ങളാണ് ഈ വീട്ടിലും, അതുപോലെ ഇപ്പൊ തന്നെ ദിലീപിന്റെ അച്ഛനൊക്കെ മരിക്കാൻ കാരണം താൻ കാരണമാണെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നമ്മുടെ അമലവും വേലുവും അവര് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ സന്തോഷമുണ്ടായിരുന്ന വീടാണ് ഇത്. ഈ വീട്ടില് നമ്മൾ രണ്ടുപേരും വന്നതുകൊണ്ടാണോ വേലുവേട്ട ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് അമല് വേലുവിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആരൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തിയാലും സ്വയം കുറ്റപ്പെടുത്തിയാലും ഈ പറയുന്ന ഗംഗയെ ഇതുവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ ദിലീപാണെങ്കിൽ ഇനി കാർത്തികയെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ. അവനെ ഭയന്ന്, തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ആ ഗംഗപ്രസാദിനെ ഭയന്ന് താൻ ഒരിക്കലും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. അത് തൻ്റെ സ്വന്തം അമ്മ പറഞ്ഞാൽ പോലും, അമ്മയെ എതിർത്തിട്ടാണെങ്കിലും താൻ സ്നേഹിക്കുന്ന കാർത്തികയെ വിവാഹം കഴിക്കും എന്ന ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവൻ്റെ ആഗ്രഹം ഈ കല്യാണം നടക്കരുത് എന്നാണെങ്കിൽ എൻ്റെ ആഗ്രഹം അവൻ്റെ ആഗ്രഹം ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ കിരണിനോട് ഉറച്ച തീരുമാനം പറയുകയും, അതുപോലെ കാർത്തികയോടും ലക്ഷ്മി അമ്മയോടും താൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കിരണും അതുപോലെ വേലുവും പിന്നെ രതീഷും അവരെന്തായാലും ഗംഗയെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് എന്തായാലും ഗംഗ തൻ്റെ കൈകളിൽ പെടും, അവരെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങുന്നത്. ഇത്ര പ്രാവശ്യം എത്രയോ വട്ടം അവനെ കയ്യിൽ കിട്ടിയതാണ്, നിഷ്പ്രയാസം അവനെ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് പോലും ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താത്തതിലുള്ള ആ ഒരു കുറ്റബോധവും കിരണിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശനാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവന് വയ്യാതെയാവുകയും പെട്ടെന്ന് തളർന്നു വീഴുകയും ICUവിൽ ആക്കുകയും, ഡോക്ടർ വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കേട്ട ആ ഷോക്ക് കൊണ്ട് വന്നതാണ് എന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛന് വയ്യാതായ കാര്യങ്ങളൊന്നും തന്നെ 3 പെൺമക്കളെ കിരണും കൂട്ടരും അറിയിച്ചിട്ടില്ല. ഒരമ്പലത്തിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഒരമ്പലത്തിൽ ഭജന ഇരിക്കാനും അതുപോലെ പെൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി അച്ഛൻ പോയിരിക്കുകയാണ് എന്നാണ് കല്യാണിയോടും കാർത്തികയോടും കാദംബരിയോടും എല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മുടെ മനോഹറാണെങ്കിൽ ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് കിരണിനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കിരൺ സാറേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്യുമ്പോൾ കിരണാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് കളയുകയാണ്. അതുപോലെ തന്നെ മെസ്സേജുകളും അയക്കുന്നുണ്ട്. മെസ്സേജ് ആണെങ്കിൽ തൻ്റെ കുഞ്ഞുമോൾക്ക്, തൻ്റെ പൊന്നുമോൾക്ക് കുഞ്ഞിടുപ്പുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കിരൺ സാർ അത് കൊണ്ട് കൊടുക്കണം എന്നൊക്കെയാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നമ്മുടെ മനോഹർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിരൺ കുറ്റപ്പെടുത്തുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അവനെ കുറ്റപ്പെടുത്തേണ്ട കിരണേട്ടാ, അവനിവിടെ നടന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് പറയണം. എന്തായാലും പിന്നെയും വിളിക്കുകയാണ് നമ്മുടെ മനോഹർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ കിരൺ സാറേ, ഞാൻ സാറിന് ഇത്രയധികം ബുദ്ധിമുട്ടായോ, എന്തുകൊണ്ടാണ് സാർ എൻ്റെ കോൾ എടുക്കാത്തത് എന്നൊക്കെ ചോദിച്ച് പരാതിയുടെ കെട്ടഴിച്ചു വിടുമ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ്, എടാ നീ ഇപ്പോൾ നിന്റെ പരാതികൾ കേൾക്കാനുള്ള സമയം എനിക്കില്ല, നിന്റെ ആവശ്യം നിറവേറ്റാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ, എന്ത് പറ്റി കിരൺ സാറേ എന്ന് ചോദിക്കുകയാണ്. എടാ ഞങ്ങളെല്ലാവരും പേടിച്ച പോലെ തന്നെ കല്യാണം മുടങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ മനോഹർ ഞെട്ടുന്നുണ്ട്. എങ്ങനെ മുടങ്ങി സാറേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദിലീപിൻ്റെ, അതായത് കാർത്തിക കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് പറയുകയാണ്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, അത് അവൻ്റെ ആ കറുത്ത കൈകൾ അതിൻ്റെ പുറകിലുണ്ട്, ആ ഗംഗയുടെ. അത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. അവൻ അദ്ദേഹത്തെ തലയണ വെച്ച് മുഖം അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, മനോഹർ സാറേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ പുറത്തുള്ളത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ. അവനെ തടയാൻ എളുപ്പമല്ല, അവനേത് വേഷത്തിലും അവിടെ കടന്നുകൂടും എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് ശരിയാണ്. അവൻ വന്നത് അവിടെ ഭക്ഷണം കഴിക്കാൻ വിളമ്പുന്ന വാഴയിലുണ്ടല്ലോ, ആ വാഴയിലയും കൊണ്ടാണ്
കൊണ്ടാണ് അവൻ അവിടേക്ക് എത്തിയത്. അവനറിയാം വാഴയില സദ്യക്ക് ആവശ്യമാണെന്ന്. ആ ഒരു ഇതും കൊണ്ടാണ് അവൻ അവിടേക്ക് എത്തിയതും വീടിന്റെ അകത്തേക്ക് കയറിക്കൂടിയതും. ആ സമയത്ത് ദിലീപിന്റെ കൂട്ടുകാരും അവിടെ ഇല്ലായിരുന്നു. അത് അവനൊരു അവസരമായി എടുക്കുകയും ചെയ്തു. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അപ്പോൾ കല്യാണം മുടങ്ങിയ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ദിലീപ് എന്തായാലും ഉറച്ച തീരുമാനത്തിലാണ്, ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് തന്നെയാണ് അവൻ ഉറച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു പയ്യനെ കിട്ടിയത് എന്തായാലും കാർത്തികേച്ചിയുടെ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. സാറേ, ഞാൻ അറിയാതെയാണ് ഇതൊക്കെ സാറിനെ ഇടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്ത്. അറിയാലോ, എൻ്റെ പരോള് തീരാറായി, എനിക്കിനി തിരികെ പോകണം. എനിക്ക് ഒരു പ്രാവശ്യം കൂടി എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് ഞാൻ ചെറിയ കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളൊക്കെ അന്ന് വാങ്ങിയത് സാറ് കൊടുത്തു കാണുമല്ലോ. എന്തായാലും ഇതും കൂടി, എൻ്റെ ഈ ഒരു ആഗ്രഹം കൂടി സാറ് ഒന്ന് നിറവേറ്റി തരണം. അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും, ഞാൻ എന്തായാലും പുറത്തുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും ചേർന്ന് അവനെ പിടികൂടാം. ഞാനും അന്വേഷിക്കാം സാറേ അവൻ എവിടെയുണ്ടെന്ന്. അവനെ കണ്ണിൽ കാണുകയാണെങ്കിൽ ഞാൻ സാറിനെ അപ്പം തന്നെ വിവരം അറിയിക്കാം എന്നിങ്ങനെ മനോഹർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കിരൺ പറയാണ്, ഇവിടെ എല്ലാവരും അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ തന്നെയാണ്. കാട്ടിൽ പോയിട്ട് ആമലുവിൻ്റെ അച്ഛനെ, ആ പാവപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നു തള്ളിയതാണ്. അതുകൊണ്ട് തന്നെ വേലുവൊക്കെ അവനെ കത്തിയേറൊക്കെ നിഷ്പ്രയാസം അറിയാം. അതുപോലെ അമ്പയ്യാനും ഇനിയിപ്പോൾ അവനെ കിട്ടിയാലും അവനെ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മനോഹർ ചിന്തിക്കുകയാണ്, തന്നെ കൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഉപകാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. തൻ്റെ മകളെ കാണാൻ തനിക്ക് വേണ്ടി പല സഹായങ്ങളും, തൻ്റെ മകളെ സംരക്ഷിക്കുന്നതും തൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതും തൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്തതും ഒക്കെ കിരണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. അതുപോലെ കല്യാണിയൊക്കെയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു സഹായം താൻ ചെയ്യണമെന്ന് അവനിങ്ങനെ ഉറപ്പിക്കുകയാണ്. എന്തായാലും പരോൾ കഴിഞ്ഞ് ജയിലിലോട്ട് തിരികെ പോകുന്നതിനുള്ളിൽ അവനെ കാണുകയാണെങ്കിൽ അവനെ പിടിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കും. എന്തായാലും നമ്മുടെ മനോഹർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണല്ലോ. അവന് സ്ഥിരമായിട്ടൊരു ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിലോ മറ്റോ അല്ല താമസിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്തായിരിക്കും ഈ പറയുന്ന ഗംഗയുടെ കൂട്ടുകാരും അട്ടഹസിച്ച് ചിരിക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അവൻ തന്നെയാണ് എന്ന് മനോഹർ ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മനോഹർ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയും പെട്ടെന്ന് തന്നെ കിരണിനെ വിളിച്ചിട്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ അവിടേക്ക് ഓടിയെത്തുകയാണ്. കുറച്ച് അകലെയായി അവരുടെ വണ്ടി മാറ്റിയിടുകയും അവിടേക്ക് പമ്മി അവരുടെ അരികിലേക്ക് ഓടിയെത്തുകയും അതുപോലെ തന്നെ വേലുവിൻ്റെ കയ്യിൽ നല്ല മൂർച്ചയേറിയ ഘടാര തന്നെയാണ് അവൻ്റെ കയ്യിലുള്ളത്. അത് വെച്ച് ഉന്നമെറിഞ്ഞ് അവനെ കൊല്ലാൻ അവന് സാധിക്കും. എന്തായാലും അവിടെ ഒരു നല്ലൊരു കയ്യാങ്കളി, അവർ തമ്മിൽ നല്ല പരസ്പരം കയ്യാങ്കളി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ഗംഗയെ തന്നെയാണ് എല്ലാവരും ലക്ഷ്യം വെച്ച് ഇടിക്കുന്നത്. അതുപോലെ കൂടെയുണ്ടായിരുന്ന ഗുണ്ടകൾ അപ്പോഴേക്കും ഓടി രക്ഷപ്പെടുകയാണ്. പിന്നെ എല്ലാവരും ഗംഗയുടെ ആ ഒരു ഗംഗയ്ക്ക് നേരെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന വേലു അവൻ്റെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് അവനെ കുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഇവൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ കിടക്കാൻ എനിക്ക് സമ്മതമാണ്. എൻ്റെ മാമനെ കൊന്നതാണ് ഇവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേലുവിനോട് പറയുകയാണ്, ഇല്ല, നീ ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടി വരില്ല. കാരണം ഇവൻ്റെ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ളതാണ് ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നുമില്ല എന്ന് പറയുകയാണ്. എന്തായാലും അവർ 3 പേരും, അതായത് മനോഹർ തന്നെയായിരിക്കും ഈ പറയുന്ന ഗംഗയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവരും ചേർന്ന് ഗംഗയുടെ അവസാനം തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ കാർത്തികയുടെ വിവാഹം സമാധാനപരമായി നടത്തുകയും പ്രകാശിൻ്റെ അസുഖം മാറി പ്രകാശം തിരികെ വന്ന മകളുടെ കൈ പിടിച്ച് ദിലീപിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും പിന്നീട് നമ്മുടെ വേലുവും അതുപോലെ അമലവും തമ്മിലുള്ള വിവാഹം കാട്ടിൽ ലളിതമായ രീതിയിൽ നടക്കുകയും പിന്നീട് നാട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി അടിപൊളിയായി നടത്തുകയും കാർത്തികയുടെ കമ്പനിയിൽ വേലുവിന് ജോലി കിട്ടുകയും അങ്ങനെ നല്ല സുന്ദരമായ സന്തോഷകരമായ ജീവിതമായിരിക്കും പിന്നീട് കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.